ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളൊരു ചങ്ക് ഷോപ്പ് ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് വർക്കുകളുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് പോകണം, കടയിലെത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഓക്കെ ബൈ. നമുക്ക് പോകാനുള്ള വണ്ടി ഇതാണ്. നമ്മൾ സാധനം വാങ്ങാൻ പോകണല്ലേ? സാധനം വാങ്ങാൻ പോകണേ. സാധനം കേട്ടോ, മറ്റേ ഇതാണ് കുറച്ച് പർച്ചേസ് ചെയ്യാൻ പോകണം. ഇവിടുന്ന് പർച്ചേസ് ചെയ്യണം. പെയിന്റ് കടയിൽ പോവാം. തിരുവോട്ട് പോവാം. ലക്ഷ്മി വാങ്ങാം. ലക്ഷ്മി നല്ല കടയാണ്, നല്ല സാധനങ്ങൾ കിട്ടും. ഞങ്ങൾ കടയിലെത്തിയിട്ടുണ്ട്, സാധനം മേടിക്കാനുള്ളതാണ്. പെയിന്റ് വാങ്ങണം, പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം. പ്യൂർ വൈറ്റ് ആണ് എടുക്കുന്നത്. പ്യൂർ വൈറ്റ് പെയിന്റ് ആണ് എടുക്കുന്നത്. പെയിന്റ് എടുക്കാൻ നമുക്ക് എടുക്കാം. തനി വൈറ്റ് പാലും അടിക്കലില്ലേ? നമുക്ക് ലൈറ്റ് പെയിന്റ് മിക്സാക്കുന്ന ഓരോ പരിപാടിയാണ്. മിക്സാക്കുന്ന പരിപാടി. അജുള്ള ബ്രഷ്, അഖിലിനുണ്ട്. ഇതാണ് നമ്മുടെ റേസിനുള്ള ബ്രഷ്. റേസിന് റോളറേ പറ്റുള്ളൂ. പെയിന്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകണേ. അങ്ങനെ ഞങ്ങൾ പെയിന്റ് വാങ്ങിക്കാം. ലൊക്കേഷൻ വരുന്നത് നമ്മളെ തിരൂർ റോഡ് എന്താണ് ഇതിന്റെ ട്രെൻസിന്റെ ഓപ്പോസിറ്റ് ആണ്. പെയിന്റ് വാങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ടത്. ഇനി എന്താ കട വാങ്ങണ്ടത്? ഇനി ലൈറ്റ് കാര്യങ്ങളൊക്കെ മേടിക്കാറുണ്ട്. അത് അവിടുന്ന് മേടിക്കുന്ന സാധിച്ചാ യൂട്ടിന്ന് മേടിക്കല. ഇതാണ് നമ്മളെ കടയുടെ ഓണർ കേട്ടോ. കടയുടെ ഓണറാണിത്. നമ്മളെ മുതലാളി അതാ വരുന്നുണ്ട്. എന്നിട്ട് ട്യൂബ് വാങ്ങാൻ പോയാളെ ചൂലൊക്കെ വന്നില്ലേ? ചൂല് റേസിന്റെ അടുത്തല്ലേ? ട്യൂബ് പഠിക്കാൻ പോവാണ്. ഓണർ ട്യൂബ് വാങ്ങാൻ പോണേ. ട്യൂബ് പഠിക്കാൻ പോവാണ്. അപ്പൊ ഇനി ട്യൂബൊക്കെ വാങ്ങിട്ട് നേരെ പോവല്ലേ? നേരെ കടയിൽ പോവാം. നേരെ ഫുൾ വർക്ക് വരും. ഇന്ന് നൈറ്റ് വർക്കാണ്. ഇന്ന് ഫുൾ നൈറ്റ്. ഓക്കെ, മുതലാളി ഇപ്പൊ വരുന്നതാണ്. മുതലാളി സാധനം പഠിച്ചോണ്ടിരിക്കുകയാണ്. അഖില ഇന്ന് നൈറ്റ് അല്ലേ? ഫുള്ള് നൈറ്റ് പരിപാടിയാണ്. നമ്മളെ ചെക്കന്റെ കട ഒന്ന് ഉഷാറാക്കി കൊടുക്കണം. ഫുള്ള് ക്ലീനിങ് ആണ്. പെയിന്റ് അടി ഉണ്ട്. മൊത്തം ഫുള്ള് നമ്മള് ചെക്കന്മാര് മാത്രമായിട്ട് ചെയ്യാം. ഇന്ന് ഉഷാറാവട്ടെ. എല്ലാവരും ഫുള്ള് ആക്റ്റീവ് ആവുന്നുണ്ട്. ചെക്കന്മാർ ഇനി കുറെ വരാനുണ്ട്. 6:43 ഒരു 8 മണിയാകുമ്പത്തിന് എല്ലാരും എത്താന്നാണ് പറഞ്ഞുള്ളത്. എല്ലാരും എത്തും. അപ്പൊ ഇതിന് നമുക്ക് അടിച്ച് അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിടാ. ചൂല് അടിച്ചിട്ടുണ്ടാ. ചൂല് കാണിച്ചു കൊടുക്കേ. ചൂലെന്റെ ചൂലുണ്ട്. അപ്പോ അവിടുന്ന് കാണാം. ഓക്കെ.
ഞങ്ങളിപ്പോൾ ഓണറുടെ ഷോപ്പിൽ എത്തിയിരിക്കുന്നു. അടുത്തതായിട്ടുള്ള ക്ലീനിങ് ആൻഡ് പെയിൻറ്റിംഗ് ആണ് ഞങ്ങൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ചൂലേറ്റ് അടിക്കുന്നതാണ് നമ്മുടെ ഓണർ. അടുത്തുള്ള ബൾബ് കയ്യിൽ പിടിച്ചിരിക്കുന്നത് പ്രൈമറി. തൊട്ടപ്പുറത്ത് ബ്ലാക്ക് ഡ്രസ് റൈസ്. ഷർട്ട് ഇട്ടിരിക്കുന്നത് ആ പോകുന്ന ആൾ ആദ്യം. ഈ വരുന്നത് ബെഞ്ചൻ. ആ പോയത് ബ്ലാക്ക് ഷർട്ട് മിസ്റ്റർ വൈശാഖ്. എല്ലാവരും ശക്തമായ പണിയിലാണ്. എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പോ ട്യൂബ് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത പെയിന്റിങ്ങിലേക്ക് നമ്മൾ പോവാണ്. അപ്പോ ഇപ്പൊ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും ആക്റ്റീവ് ആണ്. കാണിച്ചു കൊടുക്കില്ല. എന്താണ് പരിപാടി? കുറച്ച് പരിപാടി അജു ക്ലീനിങ്ങിലാണ്. റൈസ് ഏത് കളർ പെയിന്റ് അടിക്കണേ? വൈറ്റ്. ഞാനിപ്പോ മൊത്തം വൃത്തിയാക്കി പോടാ. എട്ടുകാലിനെ കൊല്ലും. റൈസ് എട്ടുകാലിനെ കൊന്നിരിക്കാണ്. ഫുള്ള് മാറാലാണ് ഇവിടെ. ചേട്ടത് ഭയങ്കരമായ ക്ലീനിങ്ങിലാണ്. ചേട്ടാ ഒന്ന് കഴിയത്? ചേട്ടാ ഒന്ന് ക്ലീനിങ് കഴിയോ? കഴിയൂലേ? ഇത് കഴിഞ്ഞിട്ട് വേണം ഞാൻ പെയിന്റ് അടിക്കാനെന്നാണ് കുട്ടിയായിട്ടൊന്ന് പറഞ്ഞു തരുന്നത്. റൈസ് എപ്പോഴാണ് തുടങ്ങുക? ഇതാണ് കട കേട്ടോ. ഏട്ടറൊക്കെ കൊടുക്കുന്നുണ്ട്. എമ്മേട്ടാ തുടങ്ങാനായാ? എപ്പോഴാണ് സ്റ്റാർട്ട് ആക്കണ? മാറ്റ് വിരിക്കാണ്ടല്ലേ? അടിച്ചൊരു ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റ് വിരിക്കാണ്ട്. പരിപാടി കഴിഞ്ഞില്ലേ? റൈസ എന്താണ് പറയാനുള്ളത്? എന്താ പറയാനുള്ളത് വെച്ചാൽ കൂട്ടത്തിൽ ഏറ്റവും ഇതാണ് ആദിത്യ വർമ്മ. എന്താ ഇതിന് എന്താ പറയാനുള്ളത്? എല്ലാവരും ചാനലില് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വലിയ വലിയ അപ്ഡേറ്റ്സ് ഇതിൽ വരുന്നതായിരിക്കും. ഓക്കെ. പിന്നെ പിള്ളേര് പണിയെടുക്കണൊക്കെ നോക്കും. ഓക്കെ. ഒരാളി ഭയങ്കരമായ ക്ലീനിങ്ങിലാണ്. എന്താ പ്രേമ വേഗം നോക്കേ. സഹായിക്കാൻ വേണ്ടിട്ട് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പണിക്ക് ആൾക്കാരെ വിളിച്ചിട്ട് ആരും പണിയെടുക്കണില്ല എന്നാണ് അജു പറയണത്. റൈസൊക്കെ വെറുതെ വന്നിക്കാണ്, ഒരു കാര്യമില്ല. ചെരുപ്പ് ഊരിട്ടാണ് ഉള്ളി കയറണതെന്നാണ് റൈസ് പറയുന്നത്. കുട്ടിയുടെ പരിപാടി ചെരുപ്പൂര് യന്ത്ര. അപ്പൊ അതാണ് അതുകൊണ്ടാണല്ലേ പെയിന്റിന്റെ പരിപാടി തുടങ്ങിയിരിക്കണേ. കുട്ടിയുടെ പെയിന്റ് ബക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. പ്രേമത കമ്പിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് അറിയാതെ കുട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു കാര്യമില്ലാതെ ചൂട കലിപ്പനാണ്. വളരിനെ പറ്റില്ല പഞ്ചന് മിക്സിങ് എടുക്കാണ്. മിക്സിങ് ആണ്. എന്താ പറയാനുള്ളത്? മിക്സിങ് തുടങ്ങിയിട്ടുണ്ട്. ഗംഭീര പെയിന്റ് അടിക്കലിലാണ്.
അതൊന്നും പോരാ. മിക്സിംഗ് ആണ്. മിസ്സിങ് അല്ലേ? ഹാൻഡ് മെയ്ഡ് മിക്സിംഗ് ആട്ടാ. പോരാ പോരാ, കുറച്ചുകൂടി വേണം. എടാ കിട്ടോളപ്പം തന്നെ കുട്ടിയുടെ ദോശമാവ് ഉണ്ടാക്കണ മാതിരി ഉണ്ടാക്കുന്നുണ്ട്. ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല. ഇല്ല കുഴപ്പമില്ല. പെട്ടെന്ന് പിടിക്കുക. അല്ല ഞാൻ പറയുമ്പോഴേ മുത്തശ്ശേരി പറഞ്ഞ പെയിന്റ് കറക്റ്റ് ആണെന്ന് പറഞ്ഞുള്ളത്. എഞ്ചിനീയർ ആദ്യത്താണ് പറയാനുള്ളത് കറക്റ്റ് ആണെന്ന് പറയണേ. കറക്റ്റ് ആണോ? റോളർ ആരാ എടുക്കണേ? തല്ലൂടാണ്. ആര്? ബെഞ്ചിത്ത് വേണം പറഞ്ഞിട്ടാണ് ആകെ പ്രശ്നമൊക്കെയാണ്. അപ്പോൾ എന്താ ചെയ്യാ, ആകെ ഒന്നുള്ളൂ. ആദ്യത്താണ് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കണേ. വെള്ളം കുറച്ചതാണ്. പെയിന്റ് ആകെ പോയിരിക്കാണ് ആദ്യത്തിൻ്റെ ആകെ. പെയിന്റിങ് നടത്തണത് ആർക്കും പെയിന്റിങ് അറിയില്ല. എല്ലാവരും നോക്കിക്കാണ്. പിന്നെ ആകെ ഒരു പെയിന്റർ നമ്മളതിൽ അജിമ മാത്രമേ ഉള്ളൂ. ഷർട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് പെയിന്റിങ്ങുള്ള. പക്ഷെ പെയിന്റിങ് അറിയില്ലാത്ത കാരണം സൈഡിൽ നിൽക്കുകയാണ്. കുട്ടികളിലാണ് ഇപ്പൊ ആകെ എന്തെങ്കിലുമൊക്കെ അറിയാം പേര്. മൂപ്പരാളിപ്പോ ഒന്നരത്തെ മരുന്ന് പെയിന്റ് അടിക്കാൻ വെച്ച ബ്രഷൊക്കെ ഇതാ അപ്പുറത്തേക്ക് പോകണം. ബംഗാളികളെ പണി പഠിപ്പിച്ച ആദ്യത്താണ് ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. കുട്ടിയുടെ സീലിംഗ് അടിക്കാനുള്ള പദ്ധതിയാണ്. എന്താവെന്ന് അറിയില്ല. പക്ഷെ പെയിന്റ് മൊത്തം അടിയിക്കാറുണ്ട്. മേലൊന്നും ആവണില്ല. നമ്മളാണ് അടുത്ത് പെയിന്റ് അടിക്കേണ്ടത് ഇവിടെ. രണ്ട് ബ്രഷ് ഉണ്ട്. രമേട്ടാ നടക്കുവോ? റേസ് എന്താ ചെയ്യുന്നത് ആലോചിക്കാണ്. റേസ് എന്താ ചെയ്യേണ്ടത് അറിയാതെ നിൽക്കുകയാണ്. ആദ്യത്തെ ഒരു സൈഡ് ഫുള്ള് പെയിന്റ് അടിച്ച് ക്ലിയർ ആക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതൊക്കെ കഴിഞ്ഞ് വന്ന ആളാ നമ്മള്. അങ്ങനെയൊക്കെയാണ് ആദ്യത്തെ പറയണത്. പക്ഷെ ഇത് ഇതാവണോ?
റൈസ് പുറത്തടിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പെയിന്റ് അടിക്കാൻ പുറത്തൊന്നും കാണാൻ ചെയ്യാം. അജു വർക്കിംഗ് ഡ്രസ് ഒക്കെ ഇട്ട് വന്നത് ഇതേവരെ ഒരു മറ്റേ പെയിന്റിന്റെ ബക്കറ്റ് പോലും തൊട്ടിട്ടില്ല. അജു മെയിൻ പണിക്കാരനൊക്കെ പറഞ്ഞിട്ട് വന്നുള്ളത്. അജുവിന് പണി അറിയില്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പൈസ ഒന്നും പൈസ ഉണ്ടോ? QR കോഡ് സ്കാൻ അജിന്റെ മുഖത്ത് വായിക്കാൻ കഴിക്കുന്നുണ്ട് പെയിന്റ്. അജു നടക്കുവോ? അജു പെയിന്റ് നടക്കുന്നേ? അജുന്റെ മുടിയൊക്കെ കളറായിട്ടുണ്ട് വൈറ്റ് കളർ. വാച്ചൊക്കെ ഉണ്ട്, അതൊക്കെ പണി അടിപൊളിയായിട്ട് നടക്കുന്നില്ല. ചെക്കന്മാരുടെ റൈസ് അതാ മേലെ ഇരുന്നിട്ട് വൃത്തി നോക്കിയിരിക്കണേ. ഒരു കാര്യമില്ല. ആ ചോദിച്ചു കന്നിമൂലം തെരഞ്ഞെടുക്കലാണ്. കന്നിമൂലം നടക്കുന്നത് പൈസക്ക് എല്ലാത്തിനും എഴുത്തുന്നുണ്ട്. സായുധ ഫുൾ പെയിന്റിംഗ് ആണ്. ആദ്യത്തെ പെയിന്റിംഗ് കഴിഞ്ഞ ഒരു സെറ്റ് കഴിഞ്ഞത് പുറത്തിറങ്ങി. പെണ്ണുങ്ങളെ ഗിഫ്റ്റ് എന്നതാ വാച്ച്. ആ സിഗ്മ കൊണ്ടാനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പന്ത്രണ്ടര കഴിഞ്ഞിരിക്കുകയാണ്. പണി ഇതിപ്പോ പെയിന്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ അടുത്ത് നമ്മളെ ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്ത് കാണാം. ഇതിലിപ്പോ ഒട്ടിക്കാണ്ട് ഇപ്പൊ ഇത് പെയിന്റിങ് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബെഞ്ചിത്ത് ഇപ്പൊ ഇവിടെ നിലം ക്ലീൻ ആക്കുകയാണ്. വെള്ളം ഞാനിപ്പോ പാടത്തുനിന്നൊക്കെയാണ് ഇപ്പൊ വെള്ളം എടുത്ത് തുറന്നുള്ളത്. ക്ലീനിങ് ആണ് ഇപ്പൊ. അപ്പൊ നമ്മളെ പ്രേമേട്ടോടെ ഉണ്ട്. പ്രേമേട്ട എന്താ പറയാനുള്ളത്? പിന്നെ പശയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ പശ എല്ലാ സാധനങ്ങളും പശ വാങ്ങിയിട്ടുണ്ട്. അജിത്തിന് ഉറക്കം വരുന്ന പറയണേ. ഇവിടെ തൂത്തു വരികയാണ്. അടിച്ചോടെ തന്നെ വീണ്ടും വീണ്ടും അടിച്ചു വരികയാണ്. കഴിവ് തന്നെ. ഡ്രില്ലിംഗ് ഉണ്ടല്ലോ. അതെന്താ പരിപാടി? എന്താ പരിപാടി? അവിടെ നമ്മള് മറ്റേ സാമി ഫോട്ടോ നമ്മള് പെയിന്റിങ് കഴിഞ്ഞപ്പോ ഫുള്ള് ഇതില് മാറ്റ് ഇടാണ്. നമ്മളെ പരിപാടി ഇന്നത്തെ പരിപാടി മൊത്തം കഴിയണേ. പിന്നെ ഇന്നെന്തൊരു പരിപാടി ഉണ്ടോ? ഇനി നാളെ കുറച്ച് സെറ്റപ്പ് ചെയ്യാണ്ട് നമ്മൾ മെയിനായിട്ട് പെയിന്റ് അടിക്കുക, ഷീറ്റ് ഇതാക്കുക, ബൾബ് ഫിറ്റ് ചെയ്യുക, അതൊക്കെയായിരുന്നു. അത് തകൃതിയായി പൂർത്തിയായിരിക്കുന്നുണ്ട്. നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഞങ്ങളിതാ ഷട്ടർ അടിച്ച് പോവുകയാണെങ്കിൽ ഫുഡും കഴിച്ച് നേരെ വീട്ടിൽ പോയിട്ട് ബാക്കി നാളെ കാണാം.